വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നത് US സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് റാലിയും അതുപോലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷുമായ ഗ്രേറ്റ് ഡിപ്രഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഈ 2020 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തിരിക്കുകയാണ്. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു ക്രാഷാണ് ഈ 2020 സംഭവിച്ചത്. സോ മാർക്കറ്റ്സ് ക്രാഷ് ചെയ്തിട്ട് ഒരു ബെയർ ഫേസിലോട്ടാണ് ഇപ്പം മൂവ് ചെയ്തിരിക്കുന്നത്. 2015 ബെയർ മാർക്കറ്റിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇത് ആദ്യമായിട്ടാണ് ഒരു ബെയർ ഫേസിലോട്ട് എൻ്റർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു 2017-2018 മുതൽ ബ്രോഡർ മാർക്കറ്റ്, അതായത് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും ഓൾറെഡി ഒരു ബെയർ ഫേസിൽ തന്നെയായിരുന്നു. പക്ഷേ 2015 ശേഷം ഇത് ആദ്യമായിട്ടാണ് സെൻസെക്സും നിഫ്റ്റിയും ഒരു ബെയർ ഫേസിലോട്ട് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇതുപോലൊരു ബെയർ ഫേസ് ആണ്. കാരണം സെൻസെക്സും നിഫ്റ്റിയും അതിന്റെ ഓൾ ടൈം ഹൈ ഒരു 30% കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 2015 ബെയർ മാർക്കറ്റിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഹൈ ക്വാളിറ്റി കമ്പനീസ് മൾട്ടി ഇയർ ലോസിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2014 ഏപ്രിലിന് ശേഷം ഇതാദ്യമായിട്ടാണ് നിഫ്റ്റിയുടെ ഒരു മാസത്തെ ആവറേജ് പി മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 18 ടൈംസിൽ എത്തുന്നത്. കാരണം ഏപ്രിൽ 2020 നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 18 ടൈംസ് ആണ്. ലാസ്റ്റ് ടൈം നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ ഈ ലെവലിൽ ട്രേഡ് ചെയ്തത് 2014 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി പി മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ 2015 ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടം ഫോർമേഷൻ സമയത്താണ് നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ ഈ 18 ടൈംസിൽ അറൗണ്ട് ട്രേഡ് ചെയ്യുന്നത്. 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിഫ്റ്റിയുടെ ലോവസ്റ്റ് പി മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 17 ടൈംസ് അറൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് 2015 ബെയർ മാർക്കറ്റിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ നല്ല കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് കമ്പനീസാണ്, അല്ലാതെ സ്മോൾ ക്യാപ് കമ്പനീസോ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനീസോ അല്ല. ഇതുപോലൊരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് കമ്പനീസാണ് വാങ്ങിക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ലാർജ് ക്യാപ് കമ്പനീസ് ആയിരിക്കും ആദ്യം തിരിച്ചു കയറുന്നത്. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ സ്റ്റോക്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന കമ്പനീസിൻ്റെ ഒരു ബിസിനസ് സൈക്കിളും കൂടെ നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആണ് ഇനി കയറാൻ പോകുന്നതെന്ന് തോന്നുവാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും വലിയ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഫാർമ സെക്ടറാണ് കയറാൻ പോകുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഫാർമ സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനീസായ സൺഫാമിലും ലൂപ്പിനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ബാങ്ക്സ് ആണ് കയറാൻ പോകുന്നതെന്ന് തോന്നുവാണെങ്കിൽ ബാങ്ക്സിലെ ഏറ്റവും വലിയ കമ്പനീസായ HDFCയിലും കോട്ടാക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇനി FMCG ആണ് കയറാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും നെസ്ലിയിലും ബ്രിട്ടാനിയയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഈ സ്റ്റോക്സൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ഈ കമ്പനീസൊക്കെ ആ സെക്ടറിലെ ലീഡേഴ്സാണ്. നമ്മളൊരു സെക്ടറിലെ ലീഡിങ് കമ്പനി വാങ്ങിച്ചില്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ 2008 HDFC ബാങ്കിൻ്റെ ഹൈ എന്ന് പറയുന്നത് 180 ലെവൽസ് അറൗണ്ട് ആയിരുന്നു. ആ 180 ലെവൽസിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് 90 ലെവൽസിലോട്ടാണ് താഴ്ന്നത്. പക്ഷേ അന്നത്തെ ഹൈ ആയ 180 ലെവൽസിലോ അല്ലെങ്കിൽ അന്നത്തെ ലോ ആയ 90 ലെവൽസിൽ വാങ്ങിച്ച ഒരാൾക്ക് ഇന്നും HDFC ബാങ്കിൻ്റെ ഷെയർ എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. ഇനി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 2008 ഹൈ എന്ന് പറയുന്നത് അറൗണ്ട് 18 ആയിരുന്നു. അതുപോലെ 2008 ലോ എന്ന് പറയുന്നത് അറൗണ്ട് 5 ആയിരുന്നു. ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്കിൻ്റെ വില 5 രൂപ അറൗണ്ട് ആണ്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് 2008 ഹൈയിലായാലും ശരി ലോയിലായാലും ശരി അത് വാങ്ങിച്ച ആൾക്ക് ഇന്നും അത് ലോസിൽ തന്നെ ആയിരിക്കും. പക്ഷേ ആ സ്റ്റോക്ക് 2009 ലോ ആയ 5 രൂപയിൽ നിന്ന് 30 രൂപ വരെ പോയിട്ടുമുണ്ട്. പക്ഷേ ആ ബെനിഫിറ്റ് ട്രേഡേഴ്സിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. അതുപോലെ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓരോ സെക്ടറിലെയും ലീഡിംഗ് കമ്പനി ഏതാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൻ്റെ അതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് ചെക്ക് ചെയ്യാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് ചെക്ക് ചെയ്യണമെന്നുള്ളത്. കാരണം നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മിഡ് ക്യാപ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഓരോ വർഷം 30% റിട്ടേൺസ് വെച്ച് തരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 4 വർഷം കൊണ്ട് ആ സ്റ്റോക്ക് ഒരു 3 ഇരട്ടി ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് 5-ാം വർഷം ആ സ്റ്റോക്ക് ഒരു 50% കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് ആനുവലി 7.5% മാത്രമേ കാണത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തരുന്ന റിട്ടേൺസിനേക്കാളും കുറവാണ്. മിഡ് ക്യാപ് കമ്പനീസോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനീസോ മാത്രമല്ല ഈ 50% കറക്റ്റ് ചെയ്യുന്നത്. വലിയ ബ്ലൂ ചിപ്പ് കമ്പനീസും ഈസി ആയിട്ട് 50% കറക്റ്റ് ചെയ്യാം. പക്ഷേ ആ കമ്പനീസ് റീകവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഒരു മിഡ് ക്യാപ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാപ് കമ്പനിയോ ഒരു 50-80% ഒക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റീകവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു 50% ലോസ് കാണാൻ പറ്റത്തില്ലെങ്കിലോ ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങിക്കാതെ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അതുപോലെ ഒരു സെക്ടറിനെയാണ് നിങ്ങൾക്ക് ബെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെക്ടോറൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കാവുന്നതാണ്. സോ ഇനി അടുത്ത ബുൾ മാർക്കറ്റിൽ ഫാർമയാണ് കയറാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫാർമ ഫോക്കസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഫാർമയിലെ ഏറ്റവും വലിയ കമ്പനീസിൽ ഡയറക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇനി ഇൻഫ്രാസ്ട്രക്ചറാണ് കയറാൻ പോകുന്നത് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ L&T വാങ്ങിക്കുക അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുക. ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നമ്മളൊരു സ്റ്റോക്ക് പിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ഏത് സെക്ടറിലെ ആണെങ്കിലും അതിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആകാനാണ് ചാൻസ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ ഇന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് കമ്പനികളുടെയും മിഡ് ക്യാപ് കമ്പനികളുടെയും വാല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം അട്രാക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ കുറേ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ റിട്ടേൺസ് കിട്ടുമെന്നല്ല. കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലാണെങ്കിലും ലോങ് ടേമിൽ നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ച് എന്ന് പറയുന്നത് അടുത്ത ബുൾ മാർക്കറ്റിലെ സെക്ടർ റൊട്ടേഷൻ ആണ്. ഒരു ബുൾ മാർക്കറ്റിലെ സെക്ടർ റൊട്ടേഷൻ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. So goodbye until the next episode.